എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ. കുറേ ദിവസങ്ങൾക്ക് ശേഷം, 2-3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രഭാരൂപയാം നിൻ പ്രകാരം നിനച്ചാൽ പ്രഭാരം കെടും ഹൃത്പ്രസാദാലവർക്കും പ്രസാദിക്കുമെല്ലാവനും ത്വത്പ്രസാദാൽ പ്രയാസം സമസ്തം പ്രയാതീവദൂരം. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ മണ്ണന്തല ദേവീ സ്തവത്തിലെ ഒരു ശ്ലോകത്തോടെ ആവട്ടെ ഇതിൻ്റെ തുടക്കം എന്ന് ചിന്തിച്ചുപോയി. കാരണം ഞാൻ പറയാൻ പോകുന്ന വിഷയം ലോക വനിതാ ദിനത്തെക്കുറിച്ചാണ്. ലോക വനിതാ ദിനം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കാം. കാരണം ലോകത്ത് ഭാരതീയ സ്ത്രീത്വം പൂജിക്കപ്പെടുന്നിടത്തോളം ആരാധിക്കപ്പെടുന്നിടത്തോളം ബഹുമാനിക്കപ്പെടുന്നിടത്തോളം ലോകത്ത് ഒരു സംസ്കാരത്തിലും ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ലോക വനിതാ ദിനം ആവശ്യമാണ്. പക്ഷേ ഭാരതത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം എന്നും നമ്മൾ വനിതകളെ പൂജിക്കുന്നു, വനിതകളെ ആദരിക്കുന്നു, വനിതകളാണ് നമ്മുടെ വ്യക്തിത്വത്തെ നിർണ്ണയിക്കുന്നതെന്ന് പോലും പറയുന്നു. അതുകൊണ്ടാണ് മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം പരമപവിത്രമായ ഭാരതഭൂമി, എന്നും സ്ത്രീത്വത്തെ ആദരിക്കുന്ന ഭൂമി, ഭൂമിയെ തന്നെ സ്ത്രീയായി അമ്മ എന്ന് വിളിച്ചു പൂജിക്കുന്ന ഭൂമി, നദികളെ അമ്മ എന്ന് വിളിച്ചു പൂജിക്കുന്ന ഭൂമി, സ്ത്രീ പൂജ നടക്കുന്ന ഭൂമി, നാരീപൂജ നടക്കുന്ന ഭൂമി, അതിലൊക്കെ ഉപരിയായി സ്ത്രീത്വത്തെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മറ്റൊരു ഭൂമി, മറ്റൊരു സംസ്കാരം ലോകത്തിൻ്റെ ഒരു ഭാഗത്തും കാണാനില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന പരമമായ സത്യമാണ്. പലപ്പോഴും നമ്മുടെ ആൾക്കാർ മനുസ്മൃതിയിലെ ചില വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് പറയാറുണ്ട്. അതിൽ ഉദ്ധരിക്കുന്ന വാക്ക് ഏതാണ്? നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹത. പക്ഷേ മനുസ്മൃതി മുഴുവൻ പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. സ്ത്രീത്വം പൂജിക്കപ്പെടേണ്ടതാണ്, ആദരിക്കപ്പെടേണ്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതാണ് ഭാരതം വിഭാവനം ചെയ്യുന്നത്. അതായത് ബാല്യകാലത്ത് മാതാപിതാക്കളുടെയും യൗവനത്തിൽ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൽ മക്കളുടെയും സംരക്ഷണയിലാവണം സ്ത്രീത്വം. കാരണം അത്രമാത്രം ആദരവ്, ബഹുമാന്യം, അത്രമാത്രം വിലയേറിയ ഒരു വസ്തുവാണ് സ്ത്രീത്വം. അതാണ് ഭാരതം വിഭാവനം ചെയ്യുന്നത്. നമ്മളെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നതിന് അനേക തെളിവുകളുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗംഗാ യമുന സരസ്വതി തീരത്ത് ഗംഗാ യമുന സരസ്വതി മിൽ ചരണ പഖാരേ രാമുയഹ, ആ ഗംഗാ യമുനയുടെയും സരസ്വതി സംഗമത്തിനായി നടന്ന മഹാപ്രയാഗം അല്ലേ, എന്താ അതിന് പറയേണ്ടത്? പ്രയാഗ്രാജ് ഹേ. ഞാനവിടെ പോയി, അവിടെ സ്നാനഘട്ടിൽ കുളിച്ചു. അവിടെ സ്ത്രീ പുരുഷ ജാതി മത വർഗ ഭേദമന്യേ സമസ്തരും ഒന്നിച്ച് ഒരു ഘാട്ടിൽ സ്നാനം നടത്തുന്ന കാഴ്ച കണ്ടു. ശ്രീ നാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്ത ആ മഹത്തായ സന്ദേശം ഞാൻ അവിടെ കണ്ടു. അവിടെ ജാതിഭേദമില്ല, മതദ്വേഷമില്ല, എല്ലാവരും ഒന്നായിട്ട് അവിടെ സ്നാനം നടത്തുന്ന കാഴ്ച കണ്ടു. അതാണ് ഭാരതത്തിൻ്റെ ദർശനവും, അതാണ് ഭാരതം എന്നും വിഭാവനം ചെയ്യുന്നത്. അവിടെ ഞാൻ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ച, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ടെൻ്റ് ഏരിയ, ഒരു ക്യാമ്പ്, ഏതാണ്ട് 3500 മുതൽ 6000 പേരെ താമസിപ്പിക്കാവുന്ന ടെൻറ്റുകൾ കൊണ്ടുള്ള ക്യാമ്പ്. അതിമനോഹരമായ ബെഡുകൾ നിരത്തിയിട്ടുണ്ട്, പുതയ്ക്കാനുള്ള പുതപ്പുണ്ട്, എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. പക്ഷെ അവിടെ കൊണ്ടൊരു കാഴ്ച, ഒരു ടെൻറ്റിൽ തന്നെ കൂടെയുള്ള സ്ത്രീയും പുരുഷനും എല്ലാവരും ഒരുമിച്ച് ഉറങ്ങുന്നു. ബാക്കി എവിടെ ചെന്നാലും എന്താ കാണുന്നത്? സ്ത്രീകളുടെ പ്രത്യേക നിര, പുരുഷന്മാരുടെ പ്രത്യേക നിര. പക്ഷെ അവിടെ എന്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു? നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ കൃഷ്ണ എന്താവും ഗതിയെന്ന് ചിന്തിക്കേണ്ട വിഷയമില്ല. നമ്മുടെ നാട്ടിലാണ് സാംസ്കാരിക നായന്മാരുടെ എണ്ണം കൂടുതലും. എന്നിട്ടും പക്ഷെ ഞാനിവിടെ പറയുന്നത്, ഒരുമിച്ച് ഒരേ ടെൻറ്റിൽ ഒരേ ദേശത്തു നിന്ന് വരുന്ന സ്ത്രീയും പുരുഷനും പിന്നെ വരുന്ന മറ്റുള്ളവരും, ഇവരെല്ലാവരും തന്നെ ആ ടെൻറ്റിൽ സുരക്ഷിതരായി കഴിയുന്നു. അവരൊരുമിച്ച് ഉറങ്ങുന്നു. കാരണം എന്താണ്? സ്ത്രീത്വത്തെ അംഗീകരിക്കുന്ന, സ്ത്രീത്വത്തെ പൂജിക്കുന്ന, സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു സാംസ്കാരിക പൈതൃകമാണ് സനാതനമെന്നും ആ സനാതനത്തിൻ്റെ തത്വത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ അതിൽ നിന്ന് കഴിയും. ഇനി അടുത്തത്, ഞാൻ സ്ത്രീത്വത്തെക്കുറിച്ച് പറഞ്ഞു വന്നാണ്, അല്ലാതെ വിശ്വ ഹിന്ദു പരിഷത്തിനെക്കുറിച്ച് പറയാൻ വന്നാൽ, ഈ ദിനത്തെക്കുറിച്ച് പറയാൻ വന്നാൽ, അവിടെ പ്രയാഗ്രാജിലെ യജ്ഞം അവസാനിച്ചു. നാളെ സന്ധ്യയ്ക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ മകൻ തൊഴിൽ, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു മഹത്തായ ഒരു ദർശനമാണ്
ചോറ്റാനിക്കര അമ്മയുടെ മകൻ തൊഴിൽ. ചോറ്റാനിക്കര അമ്മയും ഒരു സ്ത്രീയാണ്. ശങ്കരാചാര്യ സ്വാമികളുടെ ദർശനം കൊണ്ട് പുണ്യമായ ചോറ്റാനിക്കരയമ്മ മഹത്തായ സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണ്. ഇനി അതിലേക്കെട്ടിലപ്പുറത്തേക്ക് ചെന്നാൽ നാളെ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് ഒരമ്മയെ പൂജിക്കുന്ന ഒരു സുദിനം വരികയാണ് ആറ്റുകാൽ പൊങ്കാല. ഇപ്പോൾ ആറ്റുകാൽ മാത്രമല്ല, ബാംഗ്ലൂരിൽ തന്നെ 8 പൊങ്കാല നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ ആഘോഷം, അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കുന്ന പുരുഷന്മാരും. ഒരു സ്ത്രീ മഹോത്സവം തന്നെ നാളെ അരങ്ങേറുമ്പോൾ, ആറ്റുകാലിന് അരങ്ങേറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ എന്താണ് കണക്കുന്നത്. അവിടുത്തെ തത്വത്തെ ഉൾക്കൊണ്ടാൽ മതി. എന്താണ് അവിടെ സ്ത്രീത്വം ആദരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സ്ത്രീത്വം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സന്ദേശം കൂടി ആറ്റുകാലിലുണ്ട്. നമുക്കറിയാം ചിലപ്പതികാരത്തിലെ കഥ, കണ്ണകിയുടെയും ആ കണ്ണകിയുടെ രോഷാഗ്നിയിൽ എരിഞ്ഞടങ്ങിയ മധുരാ സാമ്രാജ്യത്തിൻ്റെ കഥ നമുക്കറിയാം. കോവലൻ്റെ ചിലമ്പിൻ്റെ കഥ, തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലെ ചിലമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ മധുര രാജധാനിയിലേക്ക് കടന്നു ചെല്ലുന്ന ആ ക്രോധാഗ്നിയിൽ എരിഞ്ഞു നിൽക്കുന്ന ആ കണ്ണകി സത്യം വെളിപ്പെടുത്തിയ ശേഷം തൻ്റെ ക്രോധാഗ്നിയിൽ മധുര സാമ്രാജ്യത്തെ ചുട്ടുകരിച്ചിട്ട് പതുക്കെ തെക്കോട്ട് നടന്ന് തെക്ക് പടിഞ്ഞാറോട്ട് നടന്ന് കേരളക്കരയിലെത്തുകയും അമ്മ തൻ്റെ ചൂടാറ്റാൻ ആറ്റിലേക്ക് കാലിട്ട് അവിടെ ഇരുന്നു എന്നാണ്. അമ്മ ആ കാലാറ്റാൻ ഇരുന്ന സ്ഥലം. അവിടെ അപ്പോൾ പാടത്ത് പണിയെടുക്കുന്നവർ വരുന്നു. പുതിയ കലങ്ങളിൽ തൻ്റെ ഭക്ഷ്യവസ്തുക്കളുമായി വരുന്ന സ്ത്രീകളോട് അമ്മ ആഹാരം ആവശ്യപ്പെട്ടു വന്നു. ആ അമ്മയ്ക്ക് ആഹാരം നൽകാൻ വേണ്ടി ആ സ്ത്രീകൾ അവിടെ തൻ്റെ കലങ്ങളിൽ കൊണ്ടുവന്ന് അരിയിട്ട് ആഹാരം വെക്കുന്നതും അത് ഇന്ന് മഹത്തായൊരു പൊങ്കാലയായി മാറി. ലക്ഷക്കണക്കിന് സ്ത്രീകൾ തിരുവനന്തപുരം നഗരം മുഴുവൻ എല്ലാ വഴിത്താരകളിലും നമുക്ക് നാളെ പൊങ്കാല ദർശിക്കാൻ കഴിയും, സ്ത്രീത്വത്തെ ദർശിക്കാൻ കഴിയും. ആ സമസ്ത സ്ത്രീത്വത്തിൻ്റെ അത്രമാത്രം സ്ത്രീത്വത്തെ ആരാധിക്കുന്ന, സ്ത്രീത്വത്തെ ആരും ചാക്കിൽ കെട്ടി മറച്ചില്ല, സ്ത്രീത്വത്തെ ആരും തടഞ്ഞു വച്ചില്ല. എന്നും എക്കാലവും മാതാവിൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ, അതായത് മാതാവിൻ്റെ രൂപത്തിൽ, സഹോദരിയുടെ രൂപത്തിൽ, ഭാര്യയുടെ രൂപത്തിൽ, തൻ്റെ സുഹൃത്തിൻ്റെ രൂപത്തിൽ എല്ലാ കാലത്തും സ്ത്രീത്വത്തെ നമ്മൾ ബഹുമാനിച്ചിരുന്നു. ഇവിടെ ഓർത്തു പോകുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു, ഭാരതീയ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഉള്ളൂർ എസ് പരമേശ്വർ ചിത്രശാല എന്നൊരു കൃതി എഴുതി. അതിൽ ഉള്ളൂർ പറയുന്നു, ഭാരതക്ഷമേ നിന്റെ പെൺമക്കൾ അടുക്കളക്കാരികൾ, വീടാങ്കൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ, നരന്നു ഗർഭദാന പാത്രങ്ങൾ, ആജന്മാന്ത പരലോകകൾ, പശുപ്രായകൾ, അബലകൾ, ആടയും പണ്ടങ്ങളും കൊണ്ടു മെയ്യാകെ കൂടി മൂടിന യന്ത്രക്കളിപ്പാവകൾ, വരാഹികൾ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവിടെ 7 സ്ത്രീകളെയാണ് ചിത്രശാലയിൽ ഉള്ളൂര് ആ മയോ എന്ന മദാമ്മയുടെ മുമ്പിൽ നിരത്തിക്കൊടുത്തിട്ട്, ഇതിലൊരു സ്ത്രീയെ നീ നിന്റെ നാട്ടിൽ കാട്ടിത്തരുമോ എന്ന് ചോദിച്ചു. അതിലാദ്യം കാട്ടിയത് സീത. കാട്ടിലെഴും കല്ലും മുള്ളും കാന്തമാർക്കു കുസുമത്തെ കാട്ടിയിട്ട കല്യാണി യാത്രയായതും. ആ സീത പരമശക്തിയായ രാവണന്റെ മുമ്പിൽ ഒരു പുൽക്കൊടി പറിച്ചിട്ടിട്ട് നീ ഈ പുൽക്കൊടിക്കൊന്ന് മറികടക്കാമോ എന്ന് ധൈര്യപൂർവ്വം പറയുന്ന അബലയായ സ്ത്രീയാണ്. അത്രമാത്രം ധൈര്യമുള്ള സ്ത്രീത്വം. ഒരു സ്ത്രീത്വത്തെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ ഉപേക്ഷിച്ച ജടായുവിൻ്റെ ഒരു പക്ഷിശ്രേഷ്ഠൻ്റെ നാടാണ് ഭാരതം. ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ രക്ഷിക്കാൻ ഒരു രോദനം കേട്ടുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട് തൻ്റെ ജീവത്യാഗം ചെയ്ത പക്ഷിശ്രേഷ്ഠൻ്റെ നാടാണ് ഭാരതം. അതാണ് സ്ത്രീത്വം. രണ്ടാമത് ചോദിച്ചു, തൻ്റെ ഭർത്താക്കന്മാരെ രോഗദൃഢഗാത്രന്മാരാക്കി ശക്തിശാലികളാക്കി നഷ്ടപ്പെട്ട സാമ്രാജ്യം വീണ്ടെടുത്ത ദ്രൗപദിയുടെ നാടാണ് ഭാരതം. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ കാലന് പിന്നാലെ കടന്നു ചെന്ന് യമധർമ്മനിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്നവളുടെ നാടാണ് ഭാരതം. തൻ്റെ ഭർത്താവ് കിടക്കയിൽ കിടന്നുകൊണ്ട് തനിക്കൊരു വേശ്യാദർശനം വേണ്ടിവരുമെന്ന് പറഞ്ഞപ്പോൾ കൊട്ടയിൽ ചുമന്നുകൊണ്ടുപോയി അയാൾക്കിഷ്ടപ്പെട്ട പത്നിയുടെ മുമ്പിൽ, ഇഷ്ടപ്പെട്ട സ്ത്രീയുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ട് കൊണ്ടുകൊടുത്ത സ്ത്രീയുടെ നാടാണ് ഭാരതം. അതും പറഞ്ഞു. ഇവിടെ ആരാണ് പൂജിക്കപ്പെടുന്നത്? ആരാണ് ആരാധ്യ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ഒരു ഒരൊറ്റ സ്ത്രീയെ നിന്റെ പാശ്ചാത്യരോ പൗരസ്ത്യ രാജ്യങ്ങളിൽ കാണിക്കാമോ? നിന്റെ ഏതെങ്കിലും സംസ്കാരത്തിൽ കാണിക്കാമോ? സ്ത്രീത്വത്തെ പൂജിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്കാരത്തെ കാണിക്കാമോ? അത്ര മഹത്തായ ഈ സംസ്കാരത്തിൽ ഒരു വനിതാ ദിനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ സത്യവാൻ സാവിത്രിയുടെയൊക്കെ കഥയാണ് ഇതിനിടയ്ക്ക് പറഞ്ഞത്. സമയക്കുറവ് മൂലം വിവരിച്ചു പറയാൻ കഴിഞ്ഞില്ല. തീർച്ചയായും
അതൊക്കെ ഓരോരുത്തരെയായി എടുത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷ രൂപത്തിലെത്തും, യാതൊരു സംശയവുമില്ല. എന്നും സ്ത്രീ ആദരിക്കപ്പെടുന്ന, സ്ത്രീ പൂജിക്കപ്പെടുന്ന ഭൂമിദേവിയായി ഭാരതാംബ എന്ന് വിളിക്കുന്ന, ഭാരതാംബയെ പൂജിക്കുന്ന ഈ മഹാഭാരതത്തിൽ എന്തിന് ഒരു വനിതാ ദിനം? ഹരി ഓം.